നിങ്ങൾ എത്രയും വേഗം അതിന് എന്തൊരു മറുപടി നിങ്ങൾ ചെയ്യും. ഈ ചെറിയത് പോയി നിങ്ങളിപ്പോൾ കോടികൾ മുടക്കി കെട്ടിടം വെക്കുന്നുണ്ട്, മറ്റേ സംഭാവനയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെന്തൊരു വഴി പരിഹാരം നിങ്ങൾ കാണിക്കുന്നു? ഇപ്പൊ എന്താന്ന് വെച്ചാൽ പൊട്ടി കഴിഞ്ഞിട്ട് കുറെ പേര് മരിച്ചു കഴിയുമ്പോൾ കുറെ പേര് രക്ഷിക്കാൻ വരും, എന്നിട്ട് സ്റ്റാറ്റസ് ഇടും. ആൾക്കാരുണ്ടാവില്ല. മുഖ്യമന്ത്രി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ല വയനാട്ടിൽ എന്താ നടന്നെന്നുള്ളത്. അതുപോലത്തെ ദുരന്തം വീണ്ടും നടക്കാതിരിക്കണമെങ്കിൽ സംതിങ് ഹാസ് ടു ബി ഡൺ. വയനാട്ടിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞാണ്, ഗവൺമെന്റ് ഒന്ന് നോക്കുന്നതല്ലേ. ഇത് തമിഴ്നാടിന്റെ ഒരു ലോബിയാണോ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യണേന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണോ ഡീകമ്മീഷൻ ചെയ്യാത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഗവൺമെന്റ് അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം. ഇത്ര നെഗ്ലിജിബിൾ ആയിട്ട് വിടാൻ പാടില്ല ഈ ഒരു കേസ്. ബിക്കോസ് സൗത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി ഡ്രൗണ്ട് അല്ലേ. എറണാകുളം സിറ്റി ഫുള്ളി വൈപ്ഡ് ഔട്ട്. എന്താണ് അഭിപ്രായം? ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ്, തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടില്ല വയനാട്ടിൽ എന്താ നടന്നെന്നുള്ളത്. അതുപോലത്തെ ദുരന്തം വീണ്ടും നടക്കാതിരിക്കണമെങ്കിൽ സംതിങ് ഹാസ് ടു ബി ഡൺ. വി കാൻ ഓൾവേസ് ബി സബ്മിസീവ് ടു ദിസ് തമിഴ്നാട് ഗവൺമെൻറ്. അത് നമ്മൾ എങ്ങനെയാണോ സുപ്രീം കോർട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. വി ഷുഡ് ടേക്ക് അപ്പ് ദി ആക്ഷൻ ആൻഡ് വി ഷുഡ് ഡു വാട്ട് എവർ ഇസ് നെസസറി ടു സേവ് അസ് ദ പീപ്പിൾ ആൻഡ് അവർ ഗോഡ്സ് ഓൺ കൺട്രി കേരള. സേവ് ദ കൺട്രി. തീർച്ചയായിട്ടും കാരണം നമ്മളും ആ ടെറിട്ടറിയിൽ വരുന്നവരാണ്. വിൽ ബി വാഷ്ഡ് അവേ അല്ലേ. പിന്നെ കോട്ടയം എന്നില്ല, എറണാകുളം എന്നില്ല, ഓൾ ദോസ് ജില്ലാസ് ദാറ്റ് കം അണ്ടർ പാർട്ട് ഓഫ് കേരള ഇസ് ഗോയിങ് ടു ബി വാനിഷ്ഡ് അവേ. അതിന് ഒരു ആക്ഷനും ഇപ്പോഴും എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി ഷോക്കിംഗ് ആണ്. നമുക്ക് എവറി ഡേ ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് ഫ്രം ദ ഗവൺമെൻറ് വി ക്യാൻ സേ. They are not even considered about the people living in this country, right? അതുകൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം. ഇത്ര നെഗ്ലിജിബിൾ ആയിട്ട് വിടാൻ പാടില്ല ഈ ഒരു കേസ്. ബിക്കോസ് സൗത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി ഡ്രൗണ്ട് അല്ലേ. എറണാകുളം സിറ്റി ഫുള്ളി വൈപ്ഡ് ഔട്ട്. ഞങ്ങളൊക്കെ ഹിൽ ടോപ്പ് കാക്കനാട് താമസിക്കുന്നവരാ, പക്ഷെ അവിടം വരെ വൈപ്ഡ് ഔട്ട്. ഇപ്പോൾ ഇന്നാൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആലുവയിൽ പെരിയാർ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ വരെ വെള്ളം മുങ്ങി, കാക്കനാട് ആ ഭാഗം വരെ. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഗ്രോസ് സിറ്റുവേഷൻ. ഇപ്പം എന്താ ഇത്ര വളരെ ക്രിട്ടിക്കൽ ടൈമാണ്. സോ ഗവൺമെൻറ് ഹാസ് ടു സ്ട്രിക്ട്ലി ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ഡു നോട്ട് ബ്ലെയിം അതർ ഗവൺമെൻറ് ഓർ അതർ പീപ്പിൾ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ എവിടെ ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇഫ് എനി ഗവൺമെൻറ് ബോഡീസ് ഇസ് വർക്കിംഗ് ഫ്രം ദിസ് ഏരിയ, ഐ തിങ്ക് they will stand more responsible. So life of all the Keralites are important. They should take the required actions. That's it. Thanks a lot. മുല്ലപ്പെരിയാർ ഡാമിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 റിസർവോയറിൻ്റെ വെള്ളമാണ് മുല്ലപ്പെരിയാറിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷറിൽ എന്തെങ്കിലും ഒരു മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ടിവിറ്റി മുഖാന്തരം വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 4-5 ജില്ലേനെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും കേരള സർക്കാർ അതിൽ ഇടപെടേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ കേരള സർക്കാർ മാത്രമല്ല, ജനങ്ങളും അതേവരെ ആവണം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. ഇത് തമിഴ്നാടിൻ്റെ ഒരു ലോബിയാണോ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യണേന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണോ ഡീകമ്മീഷൻ ചെയ്യാത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്രയും ചെളി നിറഞ്ഞിട്ടുള്ള ഒരു ഡാം. അപ്പോൾ ആ ചെളിയുടെ മേളിൽ റീവർക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, റീകൺസ്ട്രക്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് സുറുക്കി വെച്ചിട്ട് ഒരു 50 കൊല്ലത്തിലേക്ക് വേണ്ടി പണിതിട്ടുള്ളൊരു ഡാം ഇപ്പോഴും 999 കരാറ് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് നിക്ഷിപ്ത താല്പര്യങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒന്നാമത് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ അല്ല, പല ന്യൂസുകളിലും നമ്മൾ കാണുന്നത് തന്നെയല്ലേ. കാരണം മേഘവിസ്ഫോടനങ്ങൾ വരാം, എൽനിനോ ലാനിനോ പ്രതിഭാസം, അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടന വ്യത്യാസപ്പെട്ടു. പിന്നെ ഈ നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന 6 വരി പാതകളിലൊക്കെ മണ്ണ് കുത്തനെ വേർട്ടിക്കലായിട്ട് അത് ഇടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വഴിയൊരുക്കുന്നതാണ്. തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ നമ്മളുടെ സഹ്യപർവ്വതം നിലനിർത്തേണ്ട ബാധ്യത നമ്മളുടെയാണ്, ജനങ്ങളുടെ തന്നെയാണ്. ജനങ്ങൾ ബോധവാന്മാരാവണം, നല്ല അവയർനെസ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ ഒരാൾ മാത്രമോ 2 പേരോ പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല.
ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഒപ്പുശേഖരണം തന്നെ നടത്തണം. പറ്റുവാണെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവണം, ജനകീയ കൂട്ടായ്മയിന് വേണ്ടിയിട്ട് വേണം. വീണ്ടും അതിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതും സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത് പറയണം. നമുക്കുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ പ്രകൃതിക്ഷോഭം ഓൾറെഡി ഉള്ളതാണ്. ആ പ്രകൃതിക്ഷോഭം ഇനി തടയാനുള്ള മാർഗ്ഗങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ക്ലൈമറ്റ് വ്യതിയാനം എല്ലാം വന്നു കഴിഞ്ഞു ഓൾറെഡി. മുൻപ് നമ്മൾ കേട്ടുകേൾവി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അത് നമ്മളോടൊപ്പം തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മഴക്കാലത്തും. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ശക്തമായിട്ടൊരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ സംഘടനയുടെ പിൻബലത്തിലാണെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ കൂട്ടായ്മ തന്നെ ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇതുപോലൊരു പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉരുളുപൊട്ടി വരുമ്പോൾ മാത്രമല്ലല്ലോ നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇത് ആദ്യം തൊട്ടേ ഉള്ള പ്രശ്നമാണ്. കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ തൊട്ടുള്ള വിഷയമാണ്. പക്ഷേ ഒരു സമയത്ത് പൊങ്ങി വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് അങ്ങ് ഇല്ലാണ്ടാവും. വീണ്ടും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇതൊരു ചർച്ചാ വിഷയമാകുന്നത്. അല്ലാതെ ആരും അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ആവരുത്. അതെ. എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മിക്കവാറും പൊട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ആരെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ പോകണം. അതായത് ആൾക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതറിയില്ല. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര പേര് മരിക്കുന്നോ, ആൾക്കാർക്ക് ഇപ്പം എന്താ പൊട്ടും. അതായത് ഈ ഒരു ഏരിയയിലുള്ളവർക്കല്ലേ പിന്നെ ഒരു പേടിയുള്ളൂ. അപ്പോൾ ഇടുക്കി, എറണാകുളം, കോട്ടയം, അതിപ്പോൾ അവിടെ നിന്ന് അത്രയും വെള്ളം വന്ന് കടലിൽ വന്ന് ഇനി തിരിച്ച് സുനാമി വരുമ്പോൾ എല്ലാവരും അഫക്റ്റ് ചെയ്യുന്നതല്ലേ. ആ ഒരു ഇമ്പാക്റ്റ് ആർക്കും അറിയത്തില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത് ഇടുക്കിക്കാരെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. അത് പൊട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെയുള്ളവരെ അഫക്റ്റ് ചെയ്യും. വലിയ സുനാമിയൊക്കെ വരുമെന്നാണ് ഓരോരുത്തർ പറയുന്നത്. അതെ, സംശയമാണ്. ചെയ്യാൻ നമ്മളുണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞാണ് ഗവൺമെൻറ് ഒന്ന് നോക്കുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ ഇത് അതുപോലെ ഇരിക്കാതിരിക്കുന്ന നല്ലത്. അങ്ങനെ മുഖ്യമന്ത്രിയോടൊന്നും എന്താ പറയുക, എത്രയും പെട്ടെന്ന് ഇതിനൊരു ഡിസിഷൻ എടുക്കണം. അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചാലും ആയിരിക്കത്തില്ല ഡാമിന് നടത്താൻ ഒരു കേരളമൊക്കെ നമുക്കും വേണ്ടേ. അപ്പോൾ ആൾക്കാരെ സേഫ് ആക്കാൻ മാക്സിമം. അതാണ് നമുക്കും പറയാനുള്ളത്. ലാസ്റ്റ് തുടക്കത്ത് കുറച്ച് കാസർഗോഡും ലാസ്റ്റ് കുറച്ച് തിരുവനന്തപുരം ബാക്കിയുണ്ടാവും. അത്രയും ഉണ്ടാവുമെന്നറിയില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞിട്ട് കുറേ പേര് മരിച്ചു കഴിയുമ്പം കുറേ പേര് രക്ഷിക്കാൻ വരും, എന്നിട്ട് സ്റ്റാറ്റസ് ഇടും. ആൾക്കാരുണ്ടാവില്ല, മാക്സിമം ഒലിച്ചു പോകുന്നല്ലേ പറയണേ. ആദ്യത്തെ ഉരുള് പൊട്ടി ഒരു വാണിംഗ് കൊടുത്തു എന്ന് പറയുന്ന പോലെ നമുക്ക് ഡാം പൊട്ടി എല്ലാവരും എങ്ങോട്ട് മാറാൻ നമുക്കൊരു ഗ്യാപ്പും ഇല്ല, സമയമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് പൊട്ടുന്നതിന് മുമ്പ് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്താല് അത്രയും നല്ലത്. ബ്രിട്ടീഷുകാർ പഠിത്ത സാധനമാണ്, അതിന്റെ കാലാവധി തീരാറായി. അത് പറഞ്ഞു ഇപ്പൊ വർഷങ്ങൾ എത്രയായി, കുറെ നാളായി. അപ്പൊ അതിന് ബദലായിട്ട് വേറെ ഉണ്ടാക്കണം. അതിനിപ്പം നമ്മൾ ഈ തമിഴ്നാട് അവന്മാർ സമ്മതിക്കണല്ലോ. അത് അവിടെ ഡാം പണിയാൻ വേണ്ടി അവർ സമ്മതിക്കണം. കാരണം നമ്മുടെ ഡാമിൽ വെള്ളമാണ് അവന്മാർ കൊണ്ടുപോകണത്. അത് നേരത്തെ ഒരു എഗ്രിമെന്റ് അവിടെ എഴുതി വെക്കണത്. അത് ഈ രാഷ്ട്രീയ കളികളാണ് അവിടെ കളിച്ചേക്കണത്. അതില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ഡാമൊക്കെ വന്നതിന് അവർക്ക് വെള്ളം നമ്മൾ കൊടുക്കും. എത്രയും നമ്മൾ അയൽവാസിയാണല്ലോ, നമ്മൾ വെള്ളം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, പുതിയ ഡാം ഇട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. സത്യത്തിൽ ഡാമാണ് വന്നം. നിങ്ങൾ എത്രയും വേഗം അതിനെന്തൊരു മറുപടി നിങ്ങൾ ചെയ്യും. ഈ ചെറിയത് പോയി നിങ്ങളിപ്പോൾ കോടികൾ മുടക്കി കെട്ടിടം വെക്കുന്നുണ്ട്, മറ്റേ സംഭാവനയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെന്തൊരു വഴി പരിഹാരം നിങ്ങൾ കഴിക്കണം. അതിന് നിങ്ങൾ കയറി പിടിക്കുക. അല്ലാതെ ഈ ചെറുതിലേക്ക് കയറി പിടിക്കണമെന്നില്ല. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇവിടെ കിടന്ന് വെച്ചപ്പാടുമ്പോൾ ഈ പത്രസമ്മേളനം വെട്ടിയിടുന്ന കാര്യമൊന്നുമില്ല. ടി വിയിൽ വന്നിട്ട് ആളെ കാണിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതിന് നല്ലത് എത്രയും വേഗം അതിന് ഒരു പരിഹാരം നിങ്ങൾ കാണുക. അതാണ്. തമിഴ്. ഇപ്പോൾ വയനാടിൻ്റെ എടുത്തു പറഞ്ഞാൽ നടന്നതിന് ശേഷം പിന്നെ എല്ലാവരും സ്റ്റോറീസ് ഇടുന്നതും പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും പോയിന്റ് ഇല്ല. മുമ്പിലേ നമുക്ക് അറിയുമ്പോൾ തന്നെ റെമഡിയാണ്. ബിഫോർ ദ ഡിസീസ് ദ മെഡിസിൻ. അതാണ്.